സന്താനലബ്ധിക്ക് വേണ്ടി കൊച്ചുനീലിയമ്മ 41 ദിവസം വചനം പാർത്ത ക്ഷേത്രമാണ് വാഴപ്പള്ളി സാളഗ്രാമക്ഷേത്രം. കൊല്ലവർഷം 1056 വൃശ്ചികം 4 തീയതി വെള്ളിയാഴ്ചയാണ് കൊച്ചുനീലിയമ്മ 41 ദിവസത്തെ വചനം ഈ ക്ഷേത്രനടയിൽ പാർത്തിരിക്കുന്നത്. ചങ്ങനാശ്ശേരി കോട്ടയം റൂട്ടിൽ വാഴപ്പള്ളിക്ക് സമീപം മതുമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സാളഗ്രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചരിത്രപരമായ പല രേഖകളും ഈ വാഴപ്പള്ളിക്ക് സമീപത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായൊരു ക്ഷേത്രമാണിത്. കല്ലിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി. ഈ ക്ഷേത്രം കാണുമ്പോൾ തന്നെ അതിൻ്റെ ഏകദേശം ഒരു കാലപ്പഴക്കം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആത്മബോധോദയ സംഘം 45 നമ്പർ മുക്കട ശ്രീ ശിവാനന്ദാശ്രമത്തിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഇതിന് നേതൃത്വം കൊടുക്കുന്ന മഹിളാ സമാജത്തിൻ്റെയും യുവജന സംഘത്തിൻ്റെയും ബാലസംഘത്തിൻ്റെയും പ്രവർത്തകരും ഇതിനെല്ലാം ഉപരിയായി മുക്കട 45 നമ്പർ ശാഖയുടെ ആചാര്യൻ ബഹുമാനായ ശ്രീ AK പുരുഷോത്തമൻ നയിക്കുന്ന പഠനയാത്രയാണ് ഞങ്ങൾ സാളഗ്രാം എന്ന ഈ പുണ്യ സംഗമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങളുടെ യാത്രാ ഉദ്ദേശം എന്ന് പറയുന്നത് വരുന്ന തലമുറയ്ക്ക് ഭഗവാനെപ്പറ്റി അറിയുവാനും ഭഗവാന്റെ ആ പുണ്യസങ്കേതങ്ങൾ സന്ദർശിച്ച് ഭഗവാനെപ്പറ്റിയുള്ള ഭഗവാൻ അനുഭവിച്ച ആ കഷ്ടപ്പാടുകളും ദുരിതകരമായ ജീവിത രീതികളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അടിയുറച്ച ആത്മബോധ വിശ്വാസികളായി വളരുവാൻ ഭാവി തലമുറയ്ക്ക് ഒരു നാന്ദിയാകട്ടെ ഞങ്ങളുടെ യാത്ര എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് രാവിലെ 7:30 മുക്കട 45 നമ്പർ ശ്രീ ശിവാനന്ദാശ്രമത്തിൽ നിന്നും യാത്ര തിരിച്ചിട്ടുള്ളത്. ആ യാത്ര ആദി ഭഗവാന്റെ വിഗ്രഹം ഉള്ള മണികണ്ഠവയൽ ആശ്രമത്തിൽ എത്തിച്ചേരുകയും അവിടുന്ന് ആ ശാഖ കമ്മിറ്റിയുടെയും ശാഖ ആചാര്യൻ്റെയും ഊഷ്മളമായ ആ സ്വീകരണങ്ങളും എല്ലാം ഏറ്റുവാങ്ങി അവിടെ പ്രാർത്ഥനയും നേർച്ചയെല്ലാം അർപ്പിച്ചതിന് ശേഷം അടുത്ത പുണ്യസങ്കേതമായ ഭഗവാൻ ജനിക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് കൊച്ചുനീലിയമ്മ ഭജനം പാർത്ത 41 ദിവസം ഭജനം പാർത്ത സാളഗ്രാം എന്ന പുണ്യസങ്കേതത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ഭഗവാന്റെ ആ ജന്മം ഉണ്ടാകുവാൻ ജഗദീശൻ്റെ അനുഗ്രഹം നേടിയ പുണ്യസ്ഥലമാണ് ഈ സാളഗ്രാം എന്ന സ്ഥലം. അവിടുന്ന് സന്ദർശിച്ച് അടുത്ത ജന്മസ്ഥലമായ കുട്ടമ്പേരൂരും അതുപോലെ തന്നെ കുലായ്ക്കലും തുടർന്ന് ചെറുകോലും ഭഗവാൻ ആദ്യമായി സ്ഥാപിച്ച കല്ലുമേൽ ശാഖയും സന്ദർശിച്ച് 144 നമ്പർ ആത്മബോധ സംഘത്തിൻ്റെ കേന്ദ്രഭരണ സ്ഥാപനമായ കുറ്റാർകാവ് മഹാസമാധി സന്നിധാനത്തിൽ എത്തിച്ചേർന്ന് നേർച്ച കാഴ്ച വഴിപാടുകളും പ്രാർത്ഥനയ്ക്ക് ശേഷം തിരിച്ച് മുക്കടയിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് ഞങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ യാത്രയിൽ ഭാവിയിൽ എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടാകട്ടെ, ഭാവിയിൽ അതൊരു വഴിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹവും ഞങ്ങൾക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സാളഗ്രാമ ക്ഷേത്രത്തിന് സമീപം ഒരു ദേവിയുടെ മനോഹരമായ ഒരു ക്ഷേത്രവും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിന് സമീപമായിട്ട് ഒരു പരമ്പരാഗതമായ ഒരു ഇല്ലത്തിൻ്റെ അവശിഷ്ടങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. കേരളത്തിൽ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ചങ്ങനാശ്ശേരി. പഴയ കേരളംകൂർ രാജ്യ തലസ്ഥാനവും അതിനുശേഷം തിരുവിതാംകൂറിലെ വലിയ വ്യാപാര കേന്ദ്രവുമായിരുന്ന ചങ്ങനാശ്ശേരി 5 വിളക്കിൻ്റെ നാട് എന്നറിയപ്പെടുന്നു.
ചരിത്രപരമായ ഐതിഹ്യ കഥകളാലും സമ്പന്നമാണ് ചങ്ങനാശ്ശേരി. കുട്ടമ്പേരൂർ എന്ന മനോഹരമായ ഗ്രാമത്തിൽ കുലായ്ക്കൽ ഭവനത്തിലെ മകളാരത്നമായ കൊച്ചുനീലിയും മലയിലിത്തറ കുടുംബാംഗവുമായ ഇത്യാദിയാണ് ഗുരുദേവന്റെ മാതാപിതാക്കൾ. കൊല്ലവർഷം 1057 ആണ്ട് മേടമാസം 17 തീയതി വെള്ളിയാഴ്ച 7:30 നാഴിക വെളുപ്പിന് ശുക്രദശയിൽ പൂരം നക്ഷത്രത്തിലായിരുന്നു ആ മകൾ സംഭവം. ശുഭാനന്ദ ഗുരുദേവൻ ജന്മം എടുത്തിരിക്കുന്നു. ജ്യോതിസ്വരൂപന്റെ മനുഷ്യാവതാരത്താൽ യോഗികൾ ആനന്ദ നൃത്തമാടി. ദേവതകളെല്ലാം ആനന്ദക്കണ്ണന്റെ മേനിയിൽ പുഷ്പങ്ങൾ തൂകി നിൽപ്പായി. ഈ സമയം ആകാശദേശത്ത് ഈ മനുഷ്യാവതാരത്തെ വരവേൽപ്പാനും ആദരിപ്പാനും താരാജാലം അതിശയകരമാംവിധം മിന്നിത്തിളങ്ങി നിന്നു. ശിശുവിന് നാരായണൻ എന്ന് പേരെന്നിരിക്കലും പാപ്പൻ എന്ന ചില പേരിലാണ് കുടുംബക്കാർ സർവ്വസാധാരണയായി ഗുരുദേവനെ വിളിച്ചു പോന്നിരുന്നത്. ശുഭാനന്ദ ഗുരുദേവന്റെ ജന്മസ്ഥലമാണ് കുലായ്ക്കൽ ഭവനം. ദൈവമേ അങ്ങേ മറന്നിടുവാൻ എന്നാൽ കഴിവില്ലൻ പ്രാണനാഥ. ജീവന്റെ ഉടമസ്ഥ ജീവനാഥ, അങ്ങേ മറക്കുവാൻ സാധ്യമല്ല. ജീവന്റെ ഉടമസ്ഥ ജീവനാഥ, അങ്ങേ മറക്കുവാൻ സാധ്യമല്ല. എങ്ങനെ അങ്ങേ മറന്നിടും ഞാൻ, എങ്ങനെ അങ്ങേ പിരിഞ്ഞിടും ഞാൻ. സർവശക്തനായ പുനി തിരുമേനിയുടെ നാമത്തിൽ എല്ലാവർക്കും ഞാൻ നമസ്കാരം തരുന്നു. ഇന്നിവിടെ ഞാനൊരു 2-3 കാര്യം നിങ്ങളോടൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് മറുപടി നിങ്ങൾ കുട്ടികൾ തരണം. തരുമോ? തരും. ഇന്നിവിടെ എവിടെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? എവിടെ? കുലായ്ക്കലാണോ? കുലായ്ക്കൽ എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെ? ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞേ. ജന്മസ്ഥലത്ത്, ഭഗവാൻ ജനിച്ച ജന്മസ്ഥലത്താണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം കുലായ്ക്കൽ ഭഗവാന്റെ അമ്മയുടെ പേരെന്താണ്? ആണോ? അച്ഛന്റെ പേരെന്തുവാ? ഇട്ടിയാദി അച്ഛൻ. എല്ലാം പഠിച്ചു വെച്ചിരിക്കുക, ഇവരെല്ലാം പറഞ്ഞു തന്നിരിക്കുക അല്ലേ? അപ്പൊ കൊച്ചുനീലി അമ്മയുടെയും ഇട്ടിയാദി അച്ഛൻ്റെയും പുത്രനായിട്ട് ജന്മമെടുത്ത, കുലായ്ക്കൽ ഭവനത്തിൽ ജന്മമെടുത്ത ആ ഗുരുനാഥനായ ശ്രീ ശുഭാനന്ദ ഗുരുദേവനെ കാണാൻ എത്തിയിരിക്കുക അല്ലേ? അപ്പൊ ഈ മണ്ണൊക്കെ ഇഷ്ടപ്പെട്ടോ? ഭഗവാൻ ഈ ഭവനമൊക്കെ കണ്ടോ?
ഈ ഭവനം ഏതാ? ഭഗവാന്റെ വീട്. അപ്പം അമ്മ, കൊച്ചുനീലി അമ്മ ഈ കുട്ടിയെയും കൊണ്ട്, മോനെയും കൊണ്ട് ഈ പ്രദേശം മുഴുവനും നടന്ന് കളിപ്പിച്ചിട്ടുള്ള ഭഗവാന്റെ കാല് പതിച്ച, ആ പാദം പതിച്ച മണ്ണാണ് കുലായ്ക്കൽ മണ്ണ്. അവിടാണ് നിങ്ങളിപ്പോൾ ചെന്ന് നമസ്കരിച്ച് ആ പാതാരം എന്തെങ്കിലും നമസ്കരിച്ച് നിങ്ങൾ എന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിലും വളരെ ഒരു ഓർമ്മയുണ്ടാകാൻ വേണ്ടി കുട്ടിക്കാലത്തെക്കുറിച്ച് ഞാനൊരു വാക്ക് നിങ്ങളോട് പറയുന്നു. കേൾക്കുമോ? കേൾക്കും. ജന്മഗ്രഹ, എൻ്റെ കൂടെ പാടണം. ജന്മഗ്രഹമായ ശ്രീകുലായ്ക്കൽ, കൊച്ചു കുലായ്ക്കലെ കൊച്ചു വീട്ടിൽ. ജന്മഗ്രഹമായ ശ്രീകുലായ്ക്കൽ, കൊച്ചു കുലായ്ക്കലെ കുഞ്ഞു വീട്ടിൽ. ജന്മം തൊഴാനൊന്നു പോക വേണം, ജന്മിയെ കണ്ടു തൊഴുതിടണം. ജന്മം തൊഴാനൊന്ന് പോക വേണം, ജന്മിയെ കണ്ടു തൊഴുതിടണം. ബോധമുണർത്തിയ ബുധനുദേശം, തെക്കേ ചരുവില കുഞ്ഞു വീട്. ബോധമുണർത്തിയ ബുധനുദേശം, തെക്കേ ചരുവില കുഞ്ഞു വീട്. തെക്കും വടക്കോട്ടൊഴുകും നദി, പമ്പയാം തീരത്ത കുഞ്ഞു വീട്. തെക്കും വടക്കോട്ടൊഴുകും നദി, പമ്പയാം തീരത്ത കുഞ്ഞു വീട്. കൊച്ചുമിലിയമ്മ പെറ്റതല്ലേ, കൊച്ചു കുലായ്ക്കലെ പൊണ്ടിലകം. കൊച്ചു നീലിയമ്മ പെറ്റതല്ലേ, കൊച്ചു കുലായ്ക്കലെ പൊണ്ടിലകം. ആ പൊണ്ടിലകത്തിനെ കാണാനാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളെ കൊണ്ടുവന്നത് ആരാണ്? നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആരാണ്? നിങ്ങളുടെ മുതിർന്ന, നിങ്ങളെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, ആചാരസ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സെക്രട്ടറിയാണല്ലേ. അപ്പം ആ സെക്രട്ടറിയെ നിങ്ങൾ മാനിക്കണം. സെക്രട്ടറി പറയുന്ന, ഇന്നിപ്പോൾ എനിക്കൊരു വളരെ സന്തോഷമുണ്ടായി, നിങ്ങൾ വളരെ ശാന്തരായി ഇവിടെ വരികയും അതിന് പറഞ്ഞതുപോലെ നിങ്ങൾ അംഗീകരിക്കുകയും പറഞ്ഞതുപോലെ കേൾക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിലും നിങ്ങൾ അതേ രീതിയിൽ തന്നെ അപ്പോൾ അത് അവരുടെ ക്ലാസ്സാണ്, അവർ നിങ്ങൾക്ക് തന്ന ക്ലാസ്സാണ് നിങ്ങൾ ആ പ്രകടിപ്പിച്ചത്. ഇനിയും വരും കാലങ്ങളിൽ അത് നിങ്ങൾ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ കുലായ്ക്കൽ നിങ്ങൾ വളർന്നു വരുമ്പോൾ, എൻ്റെ കുട്ടിക്കാലത്ത് ഇന്ന ആള് സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ ഞങ്ങളെ എല്ലാം കൂട്ടി ഒരു വലിയ വണ്ടിക്കകത്ത് ഞങ്ങളെ അവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന് വരും കാലങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുകയും ഭഗവാനെ ഏത് സമയത്ത് ഓർക്കുമ്പോഴും കുലായ്ക്കൽ ഭവനത്തെ നിങ്ങൾ മറക്കാതിരിക്കുക എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് വളരെയേറെ സമയം വൈകിയിരിക്കുന്നു. നിങ്ങളെല്ലാം വളരെ ക്ഷീണിതരാണ്. ഇനി അടുത്ത സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സന്ദർശിക്കാനുണ്ട്. ഭഗവാന്റെ അത് മഹൽ സ്ഥാനങ്ങളിലെല്ലാം, ഭഗവാന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെല്ലാം നിങ്ങൾ സഞ്ചരിക്കണം. അതിനുവേണ്ടി മനസ്സ് കാണിച്ച, അതായത് 5 വ്യവസ്ഥയാണ്. ഭഗവാൻ ശിവാനന്ദ ഗുരുദേവൻ ജന്മഗ്രഹത്തിൽ നിന്നാണ് ഭഗവാൻ 12ാമത്തെ വയസ്സിൽ ഇവിടുന്നാണ് പോകുന്നത്. ഒക്കെ എല്ലാവർക്കും ചരിത്രങ്ങൾ അറിയാവുന്ന. അവൻ ജന്മഗ്രഹം, തപോഗിരി, ചെറുകോല്, ആദർശാശ്രമം, മഹാസമാധി, 5 വ്യവസ്ഥയും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഈ സ്ഥാനങ്ങളൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ കൂടുതൽ ദീർഘിച്ച് നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഇത്രയും സമയം നിങ്ങൾ എന്നെ കേട്ടതിനും നിങ്ങളെ നയിച്ചുകൊണ്ട് വന്നവരോടും ഞാൻ സാഷ്ടാംഗ നമസ്കാരം നിന്നുകൊണ്ട് അല്പനേരത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് എഴുന്നേൽക്കാം. അല്പം വെള്ളം കുടിച്ചിട്ട്
നിങ്ങൾക്ക് പെട്ടെന്ന് പോകാനുള്ള സംവിധാനം ഇളക്കാം. കുട്ടമ്പേരൂർ ശ്രീ ശുഭാനന്ദാശ്രമം. ശുഭാനന്ദ ഗുരുദേവൻ കുട്ടമ്പേരൂർ താമസിക്കുന്ന സമയങ്ങളിലാണ് ശ്രീനാരായണ ഗുരുദേവനെ കണ്ടുമുട്ടുകയും ശിവഗിരി യാത്രയൊക്കെ നടത്തുകയും ചെയ്തിട്ടുള്ളത്. ആദർശാശ്രമത്തിന് ആദ്യമായി തറക്കല്ലിട്ട സ്ഥലമാണ് കുട്ടമ്പേരൂർ ശ്രീ ശുഭാനന്ദാശ്രമം. വളരെ ചരിത്രപരമായ പല കാര്യങ്ങളും ഇവിടെ നിന്ന് ഗുരുദേവൻ ചെയ്തിട്ടുണ്ട്. ആദർശാശ്രമത്തിന് തറക്കല്ലിട്ട ഭാഗമാണ് ഈ കാണുന്നത്. അതൊക്കെ അന്നത്തെ കാലത്ത് പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടമല്ല നാട്ടാളെ പോലും അതാണ് ഏതൊക്കെ വർണ്ണാശ്രമങ്ങൾ ഇപ്പോഴും ഉണ്ട്. താമസിക്കുന്നുണ്ട്. എല്ലാവരും കുടുംബങ്ങളുമായിട്ട് ബന്ധിച്ച് നിൽക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളിലും അത് എപ്പോഴും ഉണ്ട്. അതിന് പ്രത്യേകതയാണ് കുട്ടമ്പേരൂർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പ്രത്യേകത. പിന്നെ ഭഗവാൻ ജന്മഭൂമി അവിടെ പണ്ട് കാക്കൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ അതെല്ലാം മാറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടമ്പേരിനെ പറ്റി മെയിനായിട്ടുള്ളത്. ഇതൊരു പോലും സമാധി പിന്നെ അങ്ങനെ ഓരോന്നിങ്ങനെ പോകുമല്ലോ.